പത്തനംതിട്ടയിൽ ബലക്ഷയം വന്ന ആശുപത്രിയിൽ കെട്ടിടം നവീകരിക്കുന്നതിന് തടസ്സം നിന്നത് കോൺഗ്രസ് ബി.ജെ.പി. സഖ്യം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ബി.എൻ.സി കെട്ടിടം നവീകരണമാണ് കോൺഗ്രസും ബി.ജെ.പിയും എതിർത്തത്. രോഗികളുടെ സുരക്ഷ കണക്കാക്കാതെ രാഷ്ട്രീയ നാടകം നടത്തിയ കോൺഗ്രസും ബി.ജെ.പിയുമാണ് സർക്കാരിനെതിരെ ആരോപണങ്ങളുമായി എത്തുന്നത്. ഇനി ബി.ജെ.പിയുടെ സമരം കാണാം. പണ്ടൊരു സിനിമയിൽ പറയുന്നത് പോലെ രണ്ടുപേരുടെയും സ്വരം ഒരുപോലെയാണ്. കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും സമരത്തിന്റെ ലക്ഷ്യം ഏറ്റവും പരിഹാസ്യമാണ്. ആശുപത്രി കെട്ടിടം നവീകരണം നടത്താനുള്ള തീരുമാനത്തിനെതിരെയാണ് ഇരുവരുടെയും സമരം. നവീകരണത്തിന്റെ ഭാഗമായി 3 മാസത്തേക്ക് ആശുപത്രിയിലെ ചില വാർഡുകളും സർജറി വിഭാഗവും കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിനെതിരെയാണ് കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും സമരം. ഇനി മന്ത്രി വീണ ജോർജ് അന്ന് പറഞ്ഞ വാക്കുകൾ കേൾക്കാം. അപ്പോൾ ഈ ബി.ആൻഡ്.സി ബ്ലോക്ക് മെയിൻ്റനൻസ് ചെയ്യണം. മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ മുകളിലത്തെ നിലയിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളാണ്. അവിടെ ഒരാളെ താമസിച്ചുകൊണ്ട് അവിടെ മെയിൻ്റനൻസ് നടത്തിയാൽ ഒരാളുടെ ദേഹത്ത് ഒരു കോൺക്രീറ്റ് ഇളകി വീണാൽ ഇവർ ഉത്തരവാദിത്വം പറയുമോ സമരം ചെയ്യുന്നവർ? കാരണം ഞാനാണ് പറയുന്നത്, അത് ഷിഫ്റ്റ് ചെയ്യുകയല്ല. കോൺഗ്രസ് ബി.ജെ.പി സമരനാടകത്തിന് വലിയ പഴക്കമില്ല. കഴിഞ്ഞ മാസമാണ് ഇത്തരമൊരു സമരം പത്തനംതിട്ടയിൽ അരങ്ങേറിയത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ നവീകരണ പ്രവർത്തനങ്ങൾ തടഞ്ഞ കോൺഗ്രസും ബി.ജെ.പിയുമാണ് ഇന്ന് തെരുവിലിറങ്ങി സമരം നടത്തുന്നത്. ഇതോടെ ഇരു രാഷ്ട്രീയ പാർട്ടികളുടെയും ഇരട്ടത്താപ്പാണ് വ്യക്തമാകുന്നത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.